അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ധിക്കാരികളായ ജനത ഒരിക്കൽ ശിക്ഷയെ കണ്ടെത്തിയാൽ പിന്നെ അവരുടെ ശിക്ഷയിൽ യാതൊരു ഇളവും നൽകപ്പെടുകയില്ല. അവർക്ക് ഒരു നിമിഷം പോലും അവധി നൽകപ്പെടുന്നതും അല്ല. അതായത് കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് വെച്ച് പ്രവാചകന്മാരെയും പ്രബോധകന്മാരെയും ഒക്കെ സാക്ഷികളാക്കിയിട്ട് കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ സമയത്ത് തന്നെ തിന്മകൾ ചെയ്തു കൂട്ടിയ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ മരണസമയം മുതൽ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭയങ്കരത അല്ലെങ്കിൽ ഭീകരത അവർക്ക് അനുഭവപ്പെടുന്നും ഉണ്ട്. അതായത് പ്രവർത്തനത്തിൻ്റെ രംഗം കഴിഞ്ഞു, ഇനി പ്രതിഫലത്തിൻ്റെ രംഗത്തേക്കാണിപ്പം അവർ പോകുന്നത്. ആ പോകുന്ന സ്ഥലം അവർ കണ്ണുകൊണ്ട് കാണുകയാണ്. ആ സമയത്ത് അവർ പശ്ചാത്താപിക്കാനും പാപമോചനത്തിനുമൊക്കെ അപേക്ഷിച്ച് നോക്കുമെങ്കിലും അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അതിൻ്റെ സമയം കഴിഞ്ഞുപോയി. അതോടൊപ്പം തന്നെ അവർ അണുത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണും, അണുത്തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണും. അപ്പോൾ തിന്മ ചെയ്ത ആൾക്കാരുടെ ബേജാറുകളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലും അടുത്ത ആയത്തുകളിലുമൊക്കെ വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.